റീസെന്റ് ഞാൻ നെറ്റ്ഫ്ലിക്സിലൂടെ കണ്ട ഒരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. ഒരു അടിപൊളി സിനിമയാണ്. ഈ ഒരു മൂവിയുടെ ട്രെയിലർ ഞാൻ ശരിക്കും ഫൈറ്റർ കാണാൻ പോയപ്പോഴാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ തന്നെ ഉറപ്പിച്ച കാര്യമാണ്. കാരണം എനിക്ക് ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫൺ ഫിൽ ആയിട്ടുള്ള മൂവിയാണെന്ന് മനസ്സിലായി. പക്ഷേ ട്രിവാൻഡ്രത്ത് അന്ന് അധികം തിയേറ്റേഴ്സിൽ മൂവി റിലീസ് ആയിട്ടില്ല. ഏതോ 2-3 തിയേറ്റേഴ്സിൽ അത് ഒറ്റ ഷോയ്ക്കായിരുന്നു. കാരണം നല്ല മൂവീസ് ഒക്കെ അങ്ങനെയാണല്ലോ. അതും ബോളിവുഡ് എന്നുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ആരും അറിയത്തില്ല. ഇങ്ങനെ OTT വരുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്ന നോക്കി ഇങ്ങനെ ഒരു കിട്ടില്ല മൂവി വന്നിട്ടുണ്ടെന്ന് പോലും. കാരണം അവിടുത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് 100 കോടിക്ക് താഴെയുള്ള മൂവീസ് ഒന്നും വലിയ മൂവി അല്ല എന്നാണ് അവരുടെ വിചാരം. കാരണം ഇപ്പോൾ റീസെന്റ് ബോളിവുഡിൽ നിന്ന് ഇറങ്ങിയ എല്ലാ പടവും നല്ല രീതിക്ക് തന്നെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പടത്തിനിടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. കാരണം ഈ ഒരു മൂവിനെ പറ്റി ആരും അധികം സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂസോ വീഡിയോസോ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം ഇനിയായിരിക്കും ഈ മൂവി ശരിക്കും സംസാരിക്കാൻ പോകുന്ന അത്ര കിഡിലെ മൂവിയാണ്. ഒരു ഫൺ ഫിൽ ആയിട്ടുള്ള വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമയിൽ അത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. അത് ട്രെയിനിലാണ് വരുന്നത്. ഈ ട്രെയിനിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്റെ വൈഫ് മാറിപ്പോകും. അതായത് അതേ കമ്പാർട്ട്മെന്റിൽ വേറെ 2-3 കപ്പിൾസ് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള. സോ ഇവരുടെയൊക്കെ കോസ്റ്റ്യൂം ഏകദേശം സെയിം ആയിരുന്നു. ആൻഡ് അവരുടെ ട്രഡീഷൻ പ്രകാരം ഈ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് മാത്രമേ ഷോള് മാറ്റാവൂ. സോ അതുവരെ ഫേസ് കവർ ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റാതെ വൈഫ് മാറിപ്പോകും. സോ 2 ആൾക്കാരുണ്ട്. ഒരു മാറിപ്പോയ ഒരാളെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. തന്റെ ശരിക്കുള്ള വൈഫ് ആ ഒരു സ്റ്റേഷൻ ലോസ്റ്റ് ആയി പോകും. എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ 2 ലേഡീസിന്റെ പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. വളരെ നൈസ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ ഉണ്ടല്ലോ. നമ്മളിതിനെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കൊരു ഫീൽ എടുത്തില്ലേ, മനസ്സൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആയാലും ആ ഒരു ഫാമിലി ആയാലും എല്ലാം നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഓക്കെ ഇവർ എങ്ങനെയൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കരുത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ട അത്രയും സന്തോഷം എന്നൊക്കെ രീതിയിൽ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം അത്രമാത്രം ഈ സിനിമയിലെ ക്യാരക്ടേഴ്സും ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി ടെല്ലിംഗ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ സ്റ്റോറിയാണ്. ഈ ഒരാൾ മിസ്സായി പോകുന്ന അല്ലെങ്കിൽ ഒരാൾ മാറിപ്പോകുന്ന കാര്യമാണ്. പക്ഷെ അതിനെ വളരെ നൈസായിട്ട് നമുക്കൊക്കെ മൈൻഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവരുടെ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടും ആ ഒരു ഫാമിലിയും ഒരു ക്ലോസ്ഡ് സർക്കിളാണ്. വലിയ ആൾക്കാരൊന്നുമില്ല. ഒരു ചെറിയൊരു വില്ലേജ്, ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു പോലീസ് ഓഫീസർ, കുറച്ച് ക്യാരക്ടേഴ്സ്, അവരുടെ സിറ്റുവേഷൻസ്, ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് സിനിമ മുന്നോട്ട് വന്നത്. നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോഴും നമുക്ക് അതേ ഒരു ഫീൽ തന്നെയാണ്. നമ്മൾ മനസ്സങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. കാരണം അങ്ങനത്തെ രീതിയിലാണ് എൻറ്റയർ മൂവി. അത് എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ നൈസ് ആയിട്ട് തന്നെ ഈ മൂവിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഹിന്ദിയിൽ ഒരു മൂവി കണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത +2 ഫെയിൽ ആയിരുന്നു. കാരണം അമ്മാതിരി കിടിലൻ മൂവിയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ OTT വന്നതിന് ശേഷമാണ് ഇത്രമാത്രം റീച്ച് ആയത്, എല്ലാവരും കണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യ ഫുൾ ഇത്രമാത്രം ഫേമസ് ആയ ഒരു മൂവി. ആ തിയേറ്റർ റിലീസ് ആയ പോലും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. അധികമൊന്നും തിയേറ്ററിൽ ഓടിയിട്ടില്ല ഒരു മൂവി. OTT വന്നതിന് ശേഷമാണ് ശരിക്കും ആ ഒരു മൂവി ആ ഒരു റീച്ച് കിട്ടിയത്. അതുപോലെയാണ് ഈ ഒരു മൂവിയും തിയേറ്റർ റിലീസ് വന്നപ്പം ഒരു റീച്ചും അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു മൂവി വന്നത് കാര്യം. ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ആണ്. സോ അവർ ഒരു മൂവി പ്രൊഡക്ഷൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി, അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ വാല്യൂ എന്താണെന്നൊക്കെ അവർക്ക് നല്ല രീതിക്ക് അറിയാം. സോ അതുകൊണ്ടാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിയും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും ഒരു സ്റ്റോറി ടെല്ലിംഗ് എല്ലാം അടിപൊളിയാണ്. അല്ലെങ്കിൽ ബോളിവുഡിൽ ഈ വർഷം റിലീസ് ആയത് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെ പറയാൻ പറ്റും. അമ്മാതിരി കിടിലൻ മേക്കിങ്ങും കിടിലൻ കണ്ടന്റും സ്റ്റോറിയും ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. എന്തുകൊണ്ട് ഈ മൂവിയും സംസാരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് മറ്റേ 500 കോടി മറ്റേ ബോംബ് പടക്കം അതൊക്കെ മതി എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള ബോളിവുഡിലെ മിക്ക മൂവീസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റിലൊക്കെ ഇറങ്ങിയിട്ട് 8 അല്ലെ പൊട്ടിക്കുന്ന മൂവീസാണ്. സോ അതിന്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവീസ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. തിയേറ്റർ റിലീസ് ഒക്കെ വന്നിട്ട് ഒരു 1 വീക്കോ 2 വീക്കോ ഒക്കെ കഴിയുമ്പോൾ നിർത്തി നേരെ OTT വരുവാണ്. ശരിക്കും ഇങ്ങനത്തെ മൂവീസ് ഒക്കെ അതുപോലത്തെ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസിന്റെ കൂടെ ഇറക്കാതെ നേരെ OTT ഇറക്കിയ കുറച്ചും കൂടി റീച്ച് അല്ലെങ്കിൽ ഒരുപാട് പേര് കാണും. ഇനിയായിരിക്കും ശരിക്കും ഈ ഒരു മൂവി റീച്ച് ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയായിരിക്കും ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നു ഇന്ത്യ ഫുള്ള് സംസാരിക്കാൻ പോകുന്നത്. കാരണം അത്ര കിടിലൻ കണ്ടന്റ് ആണ്. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മൂവിയാണ്. നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോഴും നമ്മളെ മനസ്സൊക്കെ നിറയും. അമ്മാതിരി കിടിലൻ മൂവിയാണ്. സോ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഓൾറെഡി മൂവി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്. ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ, ഹിന്ദി ഡബ് ഒന്നും വന്നിട്ടില്ല. സോ സബ്ടൈറ്റിൽസ് ഉണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കൂ. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.